കറി ആൻഡ് സയനൈഡ് ജോളി ജോസഫ് കേസ്. ഇതൊരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയാണ്. സോ ആ ഒരു കേസ്, ആ ഒരു കൂടത്തായി നടന്ന ആ ജോളി ജോസഫ് കേസ്, അതിനെപ്പറ്റി ഫുള്ളായിട്ട് ഒരു ഗ്രാസ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ്. സോ ആ ഒരു കേസ് അതിനെപ്പറ്റി ഒന്നും തീരെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു ഡോക്യുമെൻ്ററി എന്തായാലും തീർച്ചയായും ഉപകാരപ്പെടും. സോ അത് ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററിനെ പറ്റി പറയാനുള്ളൂ. അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാത്തവർക്ക് ഈ ഒരു ഡോക്യുമെൻ്ററി എന്തായാലും കാണാം. കാരണം വെച്ചാൽ ആ ഒരു ഫാമിലി നടന്ന 6 ഡെത്ത്സ്, ആ ഒരു മർഡർ, ആ ജോളി ജോസഫ് എന്ന് പറഞ്ഞ മർഡറിനെ ഫുള്ളി പോർട്രേ ചെയ്ത് ആ ഒരു ഡെത്ത്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന കുറേ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞുകൊണ്ട്. സോ അതിൽ നല്ല വൃത്തിയിൽ നമ്മളെ അത്രയ്ക്കും എൻഗേജിങ് കൂടിയാണ് ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എസ്പെഷ്യലി ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് കുറേയധികം ആ ഒരു ഫാമിലിയിൽപ്പെട്ട കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കഥ പറച്ചിലൂടെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരധികം എൻഗേജിങ് ആണ് ഈ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ. നമുക്കൊരിക്കലും ബോറടിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു കേസിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഈവൻ എനിക്ക് ഇതിനെപ്പറ്റി ഒരു കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. സോ എനിക്ക് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അറിയിട്ടുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ളതിനെ കൊണ്ടാണ് കണ്ടത്. നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ഒരു കാര്യങ്ങൾ എന്തെല്ലാം നടന്നത്, ആ ഒരു ഭീകരത എന്തെല്ലാമായിരുന്നു, ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടി. സോ ഇത്ര തന്നെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയെ പറ്റി പറയുന്നത്. നല്ല വൃത്തിക്കാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല വൃത്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഈ ഒരു ഡോക്യുമെൻ്ററി പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ ഈ ഡോക്യുമെൻ്ററി നമുക്കൊരു ഹോണ്ടിങ് എക്സ്പീരിയൻസും കൂടി തരുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഫീൽ ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ നമുക്കറിയാം ഇത് നമ്മളെ കേരളത്തിൽ നടന്ന ഒരു കഥയാണ്. സോ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററി ഇങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് എല്ലാം തോന്നും, ഒരു ഡിസാറ്റിസ്ഫൈങ് ഫീലൊക്കെ നമുക്കിങ്ങനെ തോന്നി പേഴ്സണലി. സോ അങ്ങനത്തെ സംഭവം ഈ ഡോക്യുമെൻ്ററി എനിക്ക് പേഴ്സണലായിട്ട് അവിടെ ഇവിടെ ആയിട്ടെല്ലാം തോന്നി. പിന്നെ എന്താ വെച്ചാൽ ഒരു കറി ആൻഡ് സയനൈഡ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഒരു ഇൻട്രോ ഉണ്ട്. ആ ഒരു ടൈറ്റിൽ ഇൻട്രോ കാർഡ് കാണിക്കുന്ന ഒരു സീനെല്ലാം ഉണ്ട്. സോ അതെല്ലാം അടിപൊളിയാണ്. അതൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ടൈറ്റിലിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഭയങ്കര അടിപൊളി തന്നെയാണ്. ഒരു ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ ഒരു പേപ്പറിൻ്റെ ഓരോ പിക്ചേഴ്സ് കൂട്ടിയുള്ള ഡിസൈനും കാര്യങ്ങളും അടിപൊളി തന്നെയാണ്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടം ഒരു ടൈറ്റിൽ കാർഡൊക്കെ. സോ അത്ര ഞാൻ കൂടുതൽ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ കേസിനെ പറ്റി തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്ററി എല്ലാം കണ്ടുനോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. സോ കണ്ടിട്ടെല്ലാം എന്തായാലും കണ്ടുനോക്കുക. അത്യാവശ്യം നല്ലൊരു ഡോക്യുമെൻ്ററി തന്നെയാണ്. ആകെ ഒരു 1.5 മണിക്കൂർ ഡ്യൂറേഷനേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.